പത്തനംതിട്ടയിൽ കായിക താരത്തെ പീഡിപ്പിച്ച കേസിൽ പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചു. ഡിഐജി അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. അതേസമയം കേസിൽ 6 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലുണ്ടായിരുന്ന 10 പേരിലെ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 26 ശ്രീരാജ് ഉണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീരാജ്, നമുക്കറിയാവുന്നതുപോലെ അതിസങ്കീർണമായ കേസാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ആതിര, നിലവിൽ അന്വേഷണ സംഘത്തെ മേൽനോട്ടം വഹിക്കുക ഡിഐജി അജിത ബീഗമായിരിക്കും. അന്വേഷണ സംഘത്തിൽ 25 അംഗങ്ങളാണുള്ളത്. അതിൽ ഡിവൈഎസ്പി പത്തനംതിട്ട ഡിവൈഎസ്പി ആ സംഘത്തെ നയിക്കും. എന്തായാലും വളരെ വലിയ ഒരു അന്വേഷണം നടത്തി കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ ഉദ്ദേശം. ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിലടക്കം അന്വേഷണ സംഘം പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നടത്തുകയാണ്. എന്തായാലും പെൺകുട്ടി മൊഴി നൽകിയ 62 പേരിൽ 40-ന് മുകളിൽ പ്രതികളെ തിരിച്ചറിയാൻ പോലീസിന് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ എത്രയും ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ അത്രയും ആളുകളെ കണ്ടെത്തുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ ശ്രമം. നിലവിൽ 6 പേരെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരുടെ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ കസ്റ്റഡിയിലുള്ള 13 പേരിൽ ആണ് ഈ 6 പേരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ എന്നുള്ള കാര്യം അവരുടെ കാര്യത്തിൽ കുറച്ചുകൂടി സമയം കഴിയുമ്പോഴായിരിക്കും ഒരു തീരുമാനം ഔദ്യോഗികമായി ഉണ്ടാവുക. എന്തായാലും ഈ 6 പേരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്, 6 പേരെ എന്ന് പറയുമ്പോൾ മുഴുവൻ ആളുകളെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൃത്യമായ അന്വേഷണത്തിലും തെളിവെടുപ്പുകളും ശാസ്ത്രീയമായ പരിശോധനകളിലുമെല്ലാം തന്നെ ഇവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും അറസ്റ്റ് ചെയ്യപ്പെട്ടതും. എന്തായാലും ഈ കേസ് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ കോടതിയിൽ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ കൂടുതൽ തെളിവുകൾ പോലീസിന് ആവശ്യമായുണ്ട്. പോലീസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയും അതുതന്നെയാണ്. എങ്ങനെ പരമാവധി തെളിവുകൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് ശ്രീരാജ്. ഈ പോലീസിന്റെ അന്വേഷണം എനിക്ക് തോന്നുന്നു ആദ്യഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന ഇത്തരത്തിൽ ഈ കുട്ടിയുടെ ഡയറി, അതോടൊപ്പം തന്നെ അച്ഛന്റെ ഫോൺ, ഈ 2 മാർഗങ്ങൾ ഉപയോഗിച്ചാണ് പോലീസ് ഈ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണവും തെളിവുകളും ശേഖരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണം ആരംഭിച്ചത് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പോലീസ് ഏതൊക്കെ കാര്യങ്ങളെ ആശ്രയിച്ച് എത്തരത്തിലുള്ള അന്വേഷണമാണ്, എത്തരത്തിലുള്ള തെളിവ് ശേഖരണമാണ് നടക്കുന്നത്? അതിൽ പ്രധാനമായും പെൺകുട്ടി നൽകിയ മൊഴിയിൽ പറഞ്ഞ പേരുകൾ, അവരുടെ നമ്പറുകൾ, ഇതെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പെൺകുട്ടിയുടെ അച്ഛൻ്റെ ഫോണിൽ തന്നെ ഏകദേശം ബഹുഭൂരിപക്ഷം ആളുകളെയും ഫോൺ നമ്പറുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നു. അതുപോലെ ഡയറിയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും തന്നെയാണ് ഈ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ആളുകളുടെ ഫോൺ നമ്പറുകളും അവരെ പറ്റിയുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഇത് മാത്രം പോരാതെ വന്നു. കാരണം ശാസ്ത്രീയമായ തെളിവുകൾ, അതുപോലെ തന്നെ കൂടുതൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നതിനുള്ള തെളിവുകളെല്ലാം ആവശ്യമായി വന്നിരുന്നു. സ്വാഭാവികമായും ഇവരുടെ എല്ലാം ഫോണുകളിലൂടെ ഈ കുട്ടിയുടെ അടക്കം ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം ഇവർ ഷെയർ ചെയ്തിരുന്നു. ഇവർ പരസ്പരം കൈമാറിയിരുന്നു. ഈ ഫോണുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി. ഈ പെൺകുട്ടിയെ ആദ്യമായി ലൈംഗിക ചൂഷണം ചെയ്തത് ആദ്യം അറസ്റ്റ് ചെയ്ത 5 പ്രതികളിൽ ഒരാളായ സുബിനായിരുന്നു. അപ്പോൾ ഇയാളാണ് തുടർന്ന് മറ്റുള്ളവർക്കും ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കം ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും കൃത്യമായ അന്വേഷണം നടത്തി. അതുപോലെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന പ്രതികളെ ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി ലൈംഗിക ചൂഷണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി പോലീസ് പരമാവധി തെളിവുകൾ ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാമോ അങ്ങനെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നത് തന്നെയായിരുന്നു പോലീസിന് മുമ്പിലുള്ള ദൗത്യം. പ്രധാനമായും ഈ പ്രതികളെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത് പെൺകുട്ടിയുടെ ഡയറിയിലെ രേഖകൾ, അതുപോലെ തന്നെ പെൺകുട്ടി നൽകിയ മൊഴിയും പെൺകുട്ടി നമ്പർ സേവ് വെച്ചിരുന്ന വിവരങ്ങളുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് പോലീസ് പ്രധാനമായും തെളിവുകൾ കണ്ടെത്തിയിരുന്നത്. നിലവിൽ വലിയ രീതിയിൽ ചർച്ചയായ, വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഈ ഒരു കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിന് മേൽനോട്ടം വഹിക്കുക DI
DIG അജിതാ ബീഗമായിരിക്കും. അപ്പോൾ കൂടുതൽ ഗൗരവത്തോടെ കൂടുതൽ കരുതലോടെ പോലീസ് ഈ കേസിൽ തെളിവുകൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് വലിയ മേൽനോട്ടം പോലീസ് സംഘത്തിന് മേലുണ്ട്. ജില്ലയ്ക്ക് പുറത്തും പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തും അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും വർഷമായി നടക്കുന്ന ഒരു ലൈംഗിക ചൂഷണമാണ്. അതിന് തെളിവുകൾ കണ്ടെത്തുക, കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക എന്നതാണ് പോലീസിന്റെ വെല്ലുവിളി. ഇതുകൂടി കണക്കിലെടുത്താണ് DIG അജിതാ ബീഗം ഈ അന്വേഷണ സംഘത്തെ മേൽനോട്ടം വഹിക്കുന്നത്. കൂടുതൽ സമഗ്രമായ അന്വേഷണം നടക്കുന്നതിന് വേണ്ടിയിട്ട് 25-അംഗ സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘമായി രൂപീകരിച്ചതും. ആതിര, അത് തന്നെയാണ്, വലിയ സങ്കീർണമായ കേസാണ്. ഒപ്പം 62 പേർക്കെതിരെയാണ് ഈ കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇപ്പോൾ ജില്ലയ്ക്ക് പുറത്തേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ 26 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്.